ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാദിത്യനും വേതാളവും കൂടി എന്നും ഒന്നും രണ്ടും പറഞ്ഞ അടിയും ബഹളവും ഒക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇതിനിടയ്ക്ക് തന്നെ എവിടെയോ വെച്ച് പരസ്പരം രണ്ടുപേരും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു സ്നേഹം രണ്ടുപേരുടെയും ഉള്ളിൽ ഉണ്ടാവുകയാണ് കേട്ടോ. കാരണം വിക്രമാദിത്യന് ഒരു ദിവസം പോലും വേദയെ പിരിഞ്ഞിരിക്കാൻ കഴിയാതെ വരികയാണ്. പക്ഷേ ഈ കാര്യം ഇരുവരും പരസ്പരം പറയുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതായത് നമ്മുടെ വിക്രം എവിടൊക്കെ പോയാലും അവിടൊക്കെ നമ്മുടെ വേദ ഉണ്ടാവും. അങ്ങനെ ഇവരുടെ ജീവിതം ഒരു നല്ലൊരു രീതിയിൽ തന്നെ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് അതായത് വിക്രമിൻ്റെ പല സ്വഭാവങ്ങൾക്കും മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അത് കമലാമ്മയും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കമലാമ്മ വേദയോട് പറയുന്നുണ്ട്, ഈശ്വരനാണ് നിന്നെ വിക്രമിൻ്റെ ഒപ്പം അടുപ്പിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ല. കൈവിട്ടു പോയി എന്ന് കരുതിയ വിക്രം എന്തായാലും പഴയതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഞങ്ങൾക്കത് തോന്നുന്നുണ്ട്. മോളെ, നീ ഞങ്ങളുടെ ഭാഗ്യമാണ്. നീ ശരിക്കും നിൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ചിലപ്പോൾ ഒരു നിയോഗമായിരിക്കും അമ്മേ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അച്ഛൻ കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അന്നേ ദിവസം രാത്രിയിൽ അച്ഛനും കമലാമ്മയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കേ ഈ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, നീ ഇന്ന് വേദയോട് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു, ശരിയാണ്. ഇപ്പോൾ വിക്രമിൻ്റെ പേരിൽ പരാതികളോ അല്ലെങ്കിൽ ഗുണ്ട ലെവലിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കേൾക്കുന്നില്ല. അതിനർത്ഥം അവൻ ആ പണിയെല്ലാം വിട്ടു എന്നായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, അതെ, ഇപ്പോൾ അങ്ങനെ തല്ലിപ്പൊളിയായിട്ടൊന്നും പോകുന്നില്ല. മിക്കപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാവും. പിന്നെ എന്തൊക്കെയോ വർക്ക്ഷോപ്പിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പണിയുന്നുണ്ടെന്നൊക്കെയാണ് വേദ പറഞ്ഞത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഒന്നും വിശ്വസിക്കാനാവില്ല. എല്ലാം ചിലപ്പോൾ അല്പസമയത്തിനേക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ കമല പറഞ്ഞിട്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനൊന്നും ഉണ്ടാവില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ ഭവിക്കും. ഇപ്പം തന്നെ ഈശ്വരനാണ് മോളെ നമ്മുടെ മരുമകളാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ചിലപ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം വരുത്താനായിരിക്കും. വിക്രമിനും എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവൻ്റെ പെരുമാറ്റത്തിൽ, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അച്ഛനും പറയുന്നുണ്ട്, ചെറിയ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചെന്ന് തോന്നുന്നു. എന്തായാലും ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് കരുതി അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ അവൾക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ ഇനിയും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഒരിക്കലും വേദ ഈ വീട് വിട്ടു പോകില്ല. അത് എനിക്ക് ഉറപ്പാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ വിക്രമിൻ്റെ പെണ്ണ വേദ. നമ്മളാരും അറിഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു രീതിയിലും അവർ പോലും പരസ്പരം അറിയാതെ ഒരുമിച്ചവരാണ്. അത് ഈശ്വരൻ്റെ നിശ്ചയം കൊണ്ട് മാത്രമാണ്. അങ്ങനെ വിശ്വസിച്ചാൽ മതി. ഇനി മരണം വരെ അവരൊരുമിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ കമലാമ്മയും പറഞ്ഞിട്ട് അങ്ങനെ എണീറ്റ് പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ റൂമിലാണെങ്കിൽ വിക്രമും അതുപോലെ തന്നെ വേദയും കൂടെ മുട്ടനടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് നല്ല വഴക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിണങ്ങി രണ്ടാളും കിടക്കുകയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും വേദയാണെങ്കിൽ വേദയുടെ തലയണ കാണുന്നില്ല. അങ്ങനെ വിക്രമിൻ്റെ തലയണ വലിച്ചെടുത്തിട്ട് വേദ വയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വിക്രം പെട്ടെന്ന് വന്ന് അത് വലിച്ചു ഊരി എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചില കുസൃതികൾ നിറഞ്ഞ നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വേദയുടെ ഓരോ ഉപദേശങ്ങളും അതുപോലെ തന്നെ വേദയുടെ ഓരോ വാക്കുകളും ഒക്കെ വിക്രം പതിയെ കേട്ടു തുടങ്ങുന്ന ഒരു സമയമായിരിക്കും കേട്ടോ. അതൊക്കെ മുഖവിലേക്ക് എടുക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. അങ്ങനെ വിക്രമനാണെങ്കിൽ ഒരു ദിവസം വേദ ആ റൂമിലില്ലെങ്കിൽ എന്തോ ഒരു ഇറിറ്റേഷനൊക്കെ പോലെ ആയിരിക്കും കേട്ടോ. കമലാമ്മയ്ക്ക് വയ്യാതാവണ ദിവസം വേദയാണെങ്കിൽ കമലാമ്മയ്ക്ക് കൂട്ടുകിടക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. അന്ന് അച്ഛൻ ഉണ്ടായിരിക്കില്ല. ആ സമയത്ത് വിക്രമനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം പോലും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അങ്ങനെ വിക്രം തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയായിരിക്കും. അപ്പോഴൊക്കെ വിക്രം ചിന്തിക്കുന്നുണ്ട്, ആ വേതാളത്തിൻ്റെ വായിൽ നിന്ന് രണ്ടെണ്ണം കേൾക്കാതെ ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ ഈശ്വര, ഇത് എന്ത് മറിമായാണ്. അവളെ ഞാൻ ജീവൻ വെറുത്തതാണ്. ഇപ്പം അവളില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. അവളുടെ വായിൽ നിന്ന് രണ്ടോ വഴക്ക് കേൾക്കാതെ അല്ലെങ്കിൽ രണ്ട് മണ്ടത്തരം കേൾക്കാതെ എനിക്കിപ്പോൾ ഉറങ്ങാൻ പറ്റാണ്ടായല്ലോ. ഇത് എന്ത് മറിമായാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദയുടെ പിറന്നാളാണെന്ന് അറിയാണ് നമ്മുടെ
വിക്രം. അപ്പോൾ ശ്രീ ചേച്ചി പറയണത് കേൾക്കുന്നുണ്ട് കേട്ടോ വിക്രം. അങ്ങനെ വിക്രം പുറത്തേക്ക് പോകുമ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുമായിരിക്കും. ഈ സമയത്ത് അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ആ അമ്പലത്തിൽ ആ ഉത്സവത്തിൻ്റെ അവിടെ ഇങ്ങനെ കടകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കും. ആ കടകളിലൂടെ ഇങ്ങനെ വിക്രം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ തൂക്കിയിരിക്കുന്ന കളിപ്പാട്ടങ്ങളും വള, മാല, ചാന്ത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളിലൂടെയും കണ്ണോടിച്ചുകൊണ്ട് ഇങ്ങനെ വിക്രം നടക്കുമായിരിക്കും കേട്ടോ. എന്നിട്ട് വിക്രം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എത്ര ഭംഗിയല്ലേ ഓരോന്നും എന്നിങ്ങനെ കാണിച്ച് ആ മാലകളിലൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുപ്പിവളയുടെ അടുക്കലെത്തുകയാണ്. അങ്ങനെ കുപ്പിവള ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ വേദ അത് അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നതൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. നമ്മുടെ മനസ്സിൽ കാണുമായിരിക്കും വിക്രം. അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത് അവൾക്ക് കൊടുത്താലോ? വേണ്ട, ഞാൻ വെറും ഒരു വഷളനാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനൊരു പെൺകോന്തനാന്ന് വിചാരിക്കും. അതുകൊണ്ട് കൊടുക്കണ്ട, അവൾ അങ്ങനെ അങ്ങ് സുഖിക്കണ്ട. എന്നാലും ഇന്നവളുടെ പിറന്നാളാണെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ പിറന്നാളിന് ഗിഫ്റ്റ് കൊടുത്തായിട്ട് കാണുമോ? വേണ്ട, വെറുതെ നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത വേലിയിരിക്കുന്ന പാമ്പിനെ എടുത്ത് തലയിലോട്ട് ഇടുന്നത്, അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഓരോരുത്തർ അവരുടെ ഭാര്യമാർക്കും അതുപോലെ തന്നെ കാമുകിക്ക് ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും വിക്രമിൻ്റെ മനസ്സ് അത് അനുവദിക്കുന്നില്ല. എന്തേലും ആട്ടെ, എന്തേലുമൊക്കെ പറയും, നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കുപ്പിവെള്ളം മേടിച്ചുകൊണ്ടായിരിക്കും വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് അത് മേശപ്പുറത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. കുപ്പിവളകൾ മേശപ്പുറത്ത് വെച്ചിട്ട് വിക്രം അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരിക്കും. നേരം സന്ധ്യയായിട്ടുണ്ടായിരിക്കുമേ. അങ്ങനെ പുറത്തേക്ക് വിക്രം പോയി കഴിയുമ്പോൾ വേദ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വേദ വരുമ്പോഴത്തേക്കിനും ഒരു പൊതി ടേബിളിൽ ഇരിക്കണ കാണുന്നുണ്ട് കേട്ടോ. വേദ അതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കിലിങ്ങണ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതെന്താ കിലിങ്ങണ സാധനം? വിക്രമാദിത്യൻ ഇനി വല്ല കുപ്പിയും കൊണ്ടുവന്നോ? എന്തായാലും എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ആ സമയത്ത് വിക്രം ഇങ്ങനെ റൂമിന് പുറത്ത് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ, ഇതിനുള്ളിൽ എന്തോ ഒരു സംഭവമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ തുറന്ന് നോക്കണം. നോക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ നോക്കുമായിരിക്കും കേട്ടോ. അതിങ്ങനെ തുറക്കുമ്പോൾ കുപ്പിവളകൾ. ഇപ്പോൾ വേദ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് ആർക്കായിപ്പോൾ കുപ്പിവള? ഇനി ഈശ്വര, എനിക്കാണോ? എൻ്റെ വിക്രമാദിത്യൻ്റെ തലയ്ക്ക് വല്ല അടിയും കിട്ടിയോ? എന്ത് പറ്റി? എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ ഇനി എനിക്ക് തന്നെയാണോ? എനിക്കായിരിക്കും, അല്ലേ പിന്നെ ഇവിടെ കൊണ്ടുവയ്ക്കില്ലല്ലോ. പിന്നെ ഇതെന്ത് സംഭവിച്ചു? വിക്രമാദിത്യനോട് തന്നെ ചോദിച്ചേക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് മോനെ വിക്രൂന്ന് വിളിക്കുകയാണ് കേട്ടോ. എന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അല്ല വിക്രമോൻ, ഇത് ആർക്ക് വാങ്ങിയതാ? ഇത് നിനക്ക് വാങ്ങിയതല്ല, ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് വാങ്ങിയതാണ്. നിനക്കിപ്പോൾ എന്താ? ഞാൻ പലർക്കും വേണമെങ്കിൽ വാങ്ങിക്കും, നിനക്ക് വാങ്ങിയതല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഉടനെ വേദ പറഞ്ഞിട്ട് അതെനിക്ക് മനസ്സിലായി, എനിക്ക് വാങ്ങിയതല്ലെന്ന്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ ടേബിളിൽ കൊണ്ടുവച്ചിരുന്നത്. എന്നിട്ട് ഞാനിത് എടുക്കുന്നുണ്ടോ എന്നിങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കിയത് എന്നൊക്കെ പറയുമ്പോൾ വിക്രമിന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എനിക്കൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങ് പോകുകയാണ് കേട്ടോ. വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ്. എന്തൊക്കെ പറഞ്ഞാലും വിക്രമിൻ്റെ കയ്യിൽ നിന്നും ആദ്യമായിട്ട് തനിക്ക് ലഭിച്ച സമ്മാനം ആയതുകൊണ്ട് വേദ ഒരുപാട് സന്തോഷത്തിൽ അതിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കയ്യിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് രാത്രിയിൽ ചോറ് വിളമ്പുമ്പോഴും അത് പതിവില്ലാതെ കിളിക്കുകയാണ് കേട്ടോ. ഇത് ഇവിടുന്ന് വേദ നിൻ്റെ കയ്യിൽ ഇപ്പോൾ കുപ്പിവളയൊക്കെ വന്നത്? ഇത്ര നേരം ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ ഏട്ടത്തിമാരും അമ്മയും ഒക്കെ ചോദിക്കും. ഇതെൻ്റെ വിക്രുവിൻ്റെ ഗിഫ്റ്റാ എന്നിങ്ങനെ പറഞ്ഞ് കാണിക്കാൻ കേട്ടോ. എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ വിക്രമിന് ദേഷ്യം വരികയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ട് ഇതിനകത്തുനിന്ന് എണീറ്റ് പോകുന്നൊക്കെ കാണിക്കുന്നു കേട്ടോ. അങ്ങനെ വളരെ രസകരമായ എപ്പിസോഡുകളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളേ.